മദ്യപാനം കൊണ്ടും ആത്മഹത്യ ചെയ്യുന്നവരുണ്ട്. ജീവിതത്തിൽ സമാധാനം കിട്ടാതെ വരുമ്പം കുറേ മദ്യപിക്കുന്നവരുണ്ട്. അല്ലാതെ ഇതിന് അഡിക്റ്റഡായി ദിവസവും വീട്ടിലിരുന്ന് മദ്യപിക്കുന്നവരുണ്ട്. അവരൊക്കെ ഒരു സമയത്ത് മദ്യപിച്ചിട്ട് ഒരു ഇതില്ലാതെ ആത്മഹത്യ ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ നമുക്ക് അവിടെ ഈ മദ്യപാനം നിർത്തണം നമ്മൾ സഭ പറയുന്നുണ്ട്, ഒരുപാട് സെമിനാറുകൾ നടത്തുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ പൂർണ്ണമായിട്ടും അവൻ ഇതിൽ നിന്ന് പുറത്തു വരാൻ പറ്റുന്നില്ല. മദ്യപാനവും മദ്യപാന ആസക്തിയും രണ്ടാണ്. മദ്യ ഉപയോഗം നമ്മുടെ സമൂഹത്തിൽ പണ്ടൊരു മോശമായ കാര്യമായിട്ടാണ് കരുതിയിരുന്നത്. അതുകൊണ്ടാണല്ലോ നമ്മുടെ കള്ളുഷാപ്പൊക്കെ പണ്ട് ഏറ്റവും റിമോട്ടസ്റ്റ് സ്ഥലത്തെ ഏറ്റവും മോശമായ ബിൽഡിങ്ങിലായിരുന്നു. കാരണം ആരും വലിയ പരിഗണന കൊടുത്ത സ്ഥലമല്ലായിരുന്നു. ഇന്ന് നമ്മുടെ ബാറുകളൊക്കെ ഒരു സിറ്റിയുടെ ഏറ്റവും വലിയ ലാൻഡ്മാർക്കായിട്ട് മാറുക. അത്രയ്ക്കൊരു മാറ്റം, ഇത് സമൂഹത്തിന് മാറ്റം കൂടാ. കാരണം വീട്ടിലിപ്പം ഒരു മദ്യക്കുപ്പിയൊക്കെ നമ്മുടെ അലമാരയിലൊക്കെ വെക്കുന്നത് ഒരു സ്റ്റാറ്റസ് ആയിട്ട് മാറുക. അത് മുന്തിയ സോഷ്യൽ ഡ്രിങ്കിങ്. അപ്പം അത് ഈ ആഴ്ച തന്നെ വരുന്ന മിക്ക പെൺകുട്ടികളും മദ്യപിക്കുന്നവരാണ്. ഇന്നലെ ഈ ആഴ്ച കണ്ട മുഴുവൻ കപ്പിൾസും ഒന്നിച്ചിരുന്ന് മദ്യപിക്കുന്നവരാണ്. അത് വലിയ ഭയങ്കര ഒന്നിച്ചിരുന്ന് മദ്യപിക്കുന്നവരാ, ഒന്നിച്ചിരുന്ന് സിഗരറ്റ് വലിക്കുന്നവരാ. ഇതൊക്കെ നമ്മുടെ കേരളത്തിലെ വീടുകളുടെ കാര്യം ഈ പറയുന്നത്, അല്ലാതെ ഈ അമേരിക്കയിലെ കാര്യമൊന്നുമല്ല. ഞാൻ കാണുന്ന നമ്മുടെ കേരളത്തിലെ കുട്ടികൾ ഒന്നിച്ചിരുന്ന് മദ്യപിക്കുന്നവരും ഒന്നിച്ച് സിഗരറ്റ് വലിക്കുന്നവരും അങ്ങനെ വലിക്കണമെന്നും ഒക്കെ ആഗ്രഹിക്കുന്ന പെൺകുട്ടികളുടെ എണ്ണവും പോലും കൂടി വരിക. മനസ്സിലായി? അങ്ങനെ നമ്മുടെ സമൂഹത്തിൽ ട്രെൻഡ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് ഊഹിക്കുന്നതിനപ്പുറമാണ്. വളരെ വെസ്റ്റേൺ ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് നമ്മുടെ പിള്ളേർ പെട്ടെന്ന് മാറുകയാണ്. അപ്പോൾ ഈ മാറ്റങ്ങളൊന്നും നമ്മുടെ പേരൻസ് സ്വപ്നം പോലും ഇങ്ങനെ അവർ തൊട്ടിട്ടുണ്ടോ ചിന്തിച്ചിട്ടുണ്ടെന്ന് പോലും ഈ പേരൻസിനൊന്നും ഇപ്പോഴും അറിയത്തില്ല. ഇതാണ് സത്യം. ഈ ഒരു അവസ്ഥയിൽ പക്ഷേ ഈ വസ്തുക്കൾ പെട്ടെന്ന് അഡിക്റ്റീവ്. അതാണ് ഈ വസ്തുവിനോട് കുഞ്ഞു കളിക്കരുതെന്ന് പറയുന്നത്. കാരണം ഇതൊക്കെ ഒരു പ്രാവശ്യം ഉപയോഗിച്ചാൽ ഫ്യൂ ടൈംസ് ഉപയോഗിച്ച് വിടാമെന്ന് വിചാരിച്ചാലും ഇത് നമ്മളെ വിടത്തില്ല. അത് നമ്മളതിനെ വിട്ടാലും അത് നമ്മളെ വിടത്തില്ല. അതാണ് അഡിക്ഷൻ്റെ ഒരു വശം. ഇത് ചെല്ലുന്ന ആളിനെ ആകർഷിക്കും, വിടുന്നവനെ വിടത്തുമില്ല. അതുകൊണ്ട് കാരണം ബ്രെയിനിൻ്റെ ഡോപ്പാമിൻ ലെവൽ കൂട്ടുമ്പം അത് കൊട്ടി അനുഭൂതി തരണമെന്ന് പറഞ്ഞാൽ പിന്നെ ബ്രെയിൻ ഇങ്ങോട്ട് ആവശ്യപ്പെടുക. ആദ്യം സാധനം നമ്മളെ ആകർഷിക്കുന്നത്, പിന്നെ നമ്മുടെ ബ്രെയിൻ ഇത് വേണം, ഇന്നാളത്തെ ആ എക്സൈറ്റ്മെൻറ്റ് കൊടുത്താൽ എന്ന് പറഞ്ഞിട്ട് ഈ ആളിനോട് നിർബന്ധിച്ച് ഇതിൻ്റെ പുറകെ നടക്കാൻ പ്രേരിപ്പിക്കും. ഈ അവസ്ഥയിൽ വരുമ്പോൾ ഒരാൾക്ക് സമഗ്രമായ ലോങ് ടൈം ട്രീറ്റ്മെൻറ്റ് വേണം. ഇതിപ്പോഴും ഗുളിക കൊണ്ടോ മരുന്ന് കൊണ്ടോ മാറ്റാമെന്ന് വിചാരിക്കല്ല. മിക്കവരും ഫോളോ അപ്പ് ഒന്നും ചെയ്യത്തില്ല. കൃത്യമായ ഫോളോ അപ്പ് ചെയ്താൽ 100 കണക്കിന് പേരെ ലഹരിയിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ടുള്ള ഒരാളാണ് ഞാൻ. നല്ല സുന്ദരമായിട്ടും മനോഹരമായിട്ടും ജീവിക്കുന്നു. അപ്പോൾ തിരിച്ചു വരാൻ പറ്റും, വളരെ സുന്ദരമായി തിരിച്ചു വരാൻ പറ്റും. പക്ഷേ അതൊരു ചെറിയ ഈസി ആയിട്ട് നടക്കും. 2 ഗുളിക ഇങ്ങനെ തന്നേക്കെ അവിടെ പോയി 10 ദിവസം ഒന്നും ഇങ്ങനെയൊന്നും പറ്റത്തില്ല. വർഷങ്ങൾ കണക്കിന് ഫോളോ അപ്പ് ചെയ്ത് തിരിച്ച് ലൈഫിൽ വന്നിട്ട് വളരെ എബണ്ടൻ്റ് ലൈഫ്, സമൃദ്ധിയായ ജീവിതം നയിക്കുന്ന ധാരാളം ആളുകൾ എനിക്കുണ്ട്. അത് പറ്റും, പക്ഷെ അങ്ങനെ നയിച്ചാലേ പറ്റൂ. അത്ര ഒരു കാര്യത്തിന് സമഗ്രമായ ഒരു പ്രോഗ്രാമിൽ കൂടെ കടന്നു പോകണം. അതിനുള്ള ഹെൽപ്പും കാര്യങ്ങളിലേക്കും പോകണം. മദ്യം പോലെ തന്നെ മയക്കുമരുന്നും മറ്റു പല അഡിക്ഷൻസും അവസാന ആത്മഹത്യ പോയി തീരുന്നു. പണ്ട് സ്ത്രീകളായിരുന്നു ആത്മഹത്യ ചെയ്യുന്നത് വിക്ടിമായിട്ട്. ഇപ്പോൾ എൻ്റെ 30 വർഷത്തെ ട്രെൻഡ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ എൻ്റെ അടുക്കൽ മദ്യപാനികളെ കൊണ്ടും അഡിക്റ്റിനെ കൊണ്ടും വന്നിരുന്നത് സ്ത്രീകളും സ്ത്രീകളുടെ കുടുംബങ്ങളുമായിരുന്നു. ഭാര്യമാരുടെ കുടുംബങ്ങൾ. കാരണം 2 പിള്ളേരായിപ്പോൾ എങ്ങനെയും ഈ മനുഷ്യനെ രക്ഷിക്കണം, ഞങ്ങൾക്ക് ജീവിക്കണം. ഇപ്പോൾ വളരെ കുറച്ച് സ്ത്രീകളെ ഇവനെ നന്നാക്കാൻ വരുന്നുള്ളൂ. അവർക്ക് പ്രശ്നമായി കഴിഞ്ഞാൽ അവരവരെ ഇട്ടിട്ട് ഉപേക്ഷിച്ചിട്ട് പോവാ. ഈവൻ ഞാൻ നന്നാക്കി അവര് തൊഴിലുറപ്പുകാർ പോലും. കാരണം ഞങ്ങൾക്ക് 5000 രൂപ കിട്ടും, അരി വാങ്ങിക്കാം, സ്വസ്ഥമായിട്ട് കിടക്കാം, ഈ ശല്യം ഒന്നും സഹിക്കാൻ പറ്റില്ല. ഞാൻ നന്നാകുന്ന 1 വർഷമൊക്കെ കുടിക്കാതിരുന്നിട്ടും ഞാൻ ചില സ്ത്രീകളോട് പറയുമ്പോൾ സാറ് നന്നാക്കി എടുത്തോ, സാറിന് വിശ്വാസം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് റിസ്ക് എടുക്കാൻ വയ്യ. ഈ ഒരു ഭയങ്കരമായ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് നമ്മുടെ സമൂഹത്തിൽ എനിക്ക് കാണാം. അത് പെർസെൻറ്റേജ് വെച്ചാൽ പണ്ട് 75% അവരാണെങ്കിൽ പണ്ട് കാലത്തെ സ്ത്രീകളെന്ന് പറഞ്ഞാൽ അവർക്കൊരു ഇനി ഒഴിവാക്കിയാൽ അത് സമൂഹം ഇപ്പൊ അതൊന്നുമില്ല, സഹിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെയല്ല ഒരു വീട്ടിൽ ജോലിക്ക് പോയ ഒരാൾക്കും 10,000-20,000 രൂപ കിട്ടും. ഒരു കുട്ടിയെ അന്ന് പഴയ പോലെ ഒത്തിരി കുട്ടികളൊന്നുമില്ല, 1-2 കുട്ടികളെ വളർത്തിയെടുക്കാൻ അവർക്കൊരു പ്രയാസവും ഇല്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള റിസ്ക് ഒന്നും എടുക്കാൻ തയ്യാറല്ല. അതുകൊണ്ട് ആണുങ്ങളോട് പറയുക, ഇതിൽ പോയി വീണ് കഴിഞ്ഞാൽ ഒറ്റപ്പെട്ടു പോകും. പണ്ട് സഹോദരങ്ങൾ പോലും ഇപ്പം എൻ്റെ കൂടെ ഒരു വിമാന കമ്പനിയിലെ ക്രൂ ആയിട്ട് ജോലി ചെയ്ത ഒരാൾ, ഭാര്യയുമില്ല മക്കളുമില്ല, എല്ലാവരും വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. ഇപ്പം ഞാൻ 2 മാസമായിട്ട് ഞാൻ ആൾക്ക് താമസം കൊടുത്തേക്കും. ഭക്ഷണം കൊടുക്കാൻ പോലും ആരുമില്ല, ഒരു പൈസയും കയ്യിലില്ല.
അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അത്രയും നല്ല സ്റ്റേജിലുള്ള ഒരാൾ പോലും അപകടത്തിലേക്ക് പോയാൽ സഹായിക്കാനോ വിളിക്കാൻ പോലും സഹോദരങ്ങൾ പോലും ഇല്ല. ആരും ഇന്ന് റിസ്ക് എടുക്കാനില്ല. ഈ കാലഘട്ടത്തിൽ ആളുകൾ അവനവനെ സൂക്ഷിച്ചില്ലെങ്കിൽ ഒറ്റപ്പെട്ടു പോകും. ഒരുപക്ഷെ നന്നായി കഴിഞ്ഞാലും ഒരു തിരിച്ചെടുക്കും വേണ്ട ആ നിലയിലേക്ക് കാര്യങ്ങൾ നമ്മുടെ സോഷ്യൽ സെറ്റപ്പും ബോണ്ടും ഫാമിലി ബോണ്ടും ഒക്കെ എന്ത് ചെയ്യുക ഭയങ്കരമായിട്ട് മാറുകയല്ലേ അല്ലേ? 40 വർഷം മുമ്പേ ഈ നാട്ടിലെ ആയിരക്കണക്കിന് മൂത്ത കുട്ടികൾ ഇളയ കുട്ടികൾക്ക് വേണ്ടി കല്യാണം പോലും കഴിക്കാതെ വീടിനെ പോറ്റാൻ വേണ്ടി ജീവിച്ചവരുണ്ട്. സ്വന്തം വരുമാനം മുഴുവൻ ഇളയ സഹോദരങ്ങളുടെ പഠനത്തിന് വേണ്ടിയും കല്യാണത്തിന് വേണ്ടി ഉപയോഗിച്ച ധാരാളം മൂത്ത ആളുകളുണ്ട്. ഇന്ന് അത്രയും ഒരാളെ കേരളത്തിൽ കാണിക്കാൻ കൈവിരലേ എണ്ണാനെ കാണത്തുള്ളൂ. ആ സമൂഹം തന്നെ മാറി. അപ്പം 40 വർഷത്തിനകം മനുഷ്യൻ്റെ ബോണ്ടിങ്ങിലുണ്ടായ ഫാമിലി ബോണ്ടിങ്ങിലും കൺസേണിലുള്ള മാറ്റമാണ് നമ്മൾ കാണേണ്ടത്. ഈ മാറ്റം ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ ആളുകൾ പെട്ടെന്ന് ഒറ്റപ്പെട്ടു പോകും. സാർ പറഞ്ഞു വന്നപ്പോൾ നമ്മളിപ്പോൾ കുടുംബജീവിതത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഇപ്പോൾ പലർക്കും വിവാഹം കഴിക്കണമെന്ന് താല്പര്യവും ഇല്ല. പെൺകുട്ടികൾ പലരും പറയുന്നുണ്ട് എനിക്ക് ജോലി. അതല്ലേ ഇപ്പോൾ ഈ ദിവസങ്ങളിൽ വേറൊരു ട്രെൻഡാണത്. കാരണം പണ്ട് എനിക്ക് ഒരു 2 വർഷം മുമ്പേ വരെ കല്യാണം നടക്കും. 27 വയസ്സാകുമ്പോഴത്തേക്കും ആകെ വെപ്രാണ്, സാർ ഒരു കല്യാണം നടക്കുന്നില്ല, പ്രാർത്ഥിക്കണം സഹായിക്കണം എന്നൊക്കെ പറഞ്ഞാൽ വരുന്നത്. ഇപ്പോൾ ആളുകൾ വരുന്നത് എന്താ, 1 മാസത്തിനകം എനിക്ക് 10 കേസുകൾ കിട്ടി. കല്യാണം ആകുന്നെന്നുള്ളതിനെ കുറിച്ചുള്ള ആശങ്ക. കഴിക്കണ്ട. മറ്റേന്ന് പറഞ്ഞാൽ സോഷ്യൽ ഈ ഫംഗ്ഷനൊക്കെ 10,000 പേരെ മുന്നേ എങ്ങനെ നിൽക്കുമെന്നുള്ള സോഷ്യൽ ആൻസൈറ്റി കൊണ്ട് വരുമായിരുന്നു. ഇതല്ല. വിവാഹം എന്ന് പറയുന്ന റോളിലേക്ക് ഏറ്റെടുക്കുന്ന കല്യാണം ഉറക്കുന്നു പ്ലാൻ ആകുന്നെന്ന് പറയുമ്പോൾ ആൻഷ്യസ് ആയിട്ട് വരുന്ന ആണും പെണ്ണുങ്ങളുടെ എണ്ണം കൂടി വരിക. കാരണം റെസ്പോൺസിബിലിറ്റി എടുക്കണം, സക്സസ്ഫുൾ ആകുമോ, പ്രശ്നമാകുമോ, സ്വാതന്ത്ര്യം നഷ്ടപ്പെടുമോ, ഒരാൾ ചുമതല എടുക്കണോ, ഇതെന്നെ കൊണ്ട് വിജയിക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള ധാരാളം ആശങ്കകളുമായിട്ട് ആളുകൾ ഒഴുകി വരുന്ന ഒരു സ്റ്റേജിലേക്ക് കാര്യങ്ങൾ മാറുക. അപ്പം നമ്മുടെ ട്രെൻഡ് ചേഞ്ച് എന്ത് ഫാസ്റ്റാണെന്ന് നമ്മൾ നോക്കി. സാറിപ്പോൾ പറഞ്ഞ പോലെ ഇപ്പം വിവാഹം വേണ്ട എന്നൊരു കുട്ടി ഇനിയൊരു തലമുറ അങ്ങനെ തീരുമാനിച്ചാൽ ക്രൈസ്തവ വിശ്വാസ പ്രകാരം തന്നെ അത് ബിബ്ലിക്കലിയും തെറ്റാണ്. ഇനി അടുത്തൊരു തലമുറ ഇല്ലാതാവുക. ഇത് തന്നെ വെസ്റ്റേൺ കൺട്രിയിലെ പിശാച് ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ അറ്റാക്ക് ചെയ്യുന്ന ഫാമിലിയാണ്. ദൈവത്തിന്റെ 2 സ്ഥാപനങ്ങളേ ഉള്ളൂ, ഫാമിലിയും ചർച്ചും. ബാക്കിയെല്ലാം മനുഷ്യനുണ്ടാക്കിയത്. ഈ 2 സ്ഥാപനങ്ങളാണ് ദൈവിക പദ്ധതികൾ ഈ ലോകത്ത് നടപ്പാക്കാൻ. ചർച്ചിനെ ആദ്യം പിടിക്കും, പിന്നെ ഫാമിലി. അപ്പോൾ ഇപ്പോൾ ചർച്ചിനേക്കാൾ ഇപ്പോൾ അറ്റാക്ക് നേരിടുന്ന ഫാമിലി. കാരണം വിവാഹം എന്ന ഫംഗ്ഷൻ പോലും വേണ്ട. കാരണം അമേരിക്കയിലൊക്കെ ഇപ്പോൾ വെസ്റ്റേൺ കൺട്രിയിൽ ഇന്ത്യയിലും ഇപ്പോൾ ആ ഒരു ഡിവോഴ്സ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ 2-3 വർഷത്തെ വലിയൊരു നിയമപരമായ ബാധ്യതയാണ്. അപ്പം വിവാഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിയമബാധ്യതയായി. അതുകൊണ്ടാണ് ലിവിങ് ടുഗദർ എന്നുള്ള വരണം. കല്യാണം കഴിക്കാം, നമുക്ക് ജീവിക്കാം, ഒക്കുന്നില്ല നമുക്ക് പിരിയാം, ഷെയ്ക്കാൻ കൊടുത്താൽ പിരിഞ്ഞാൽ മതി, വേറെ ബാധ്യതയൊന്നുമില്ല. ഈ ഒരു ലെവലിലേക്ക് വെസ്റ്റേൺ വേൾഡ് മാറുമ്പോൾ അതേ ട്രെൻഡിലേക്ക് നമ്മുടെ പിള്ളേർ സെറ്റും മാറുകയാണ്. വിവാഹം വേണ്ടാത്ത ധാരാളം പിള്ളേരിപ്പം ഉണ്ട്. കഴിഞ്ഞ ദിവസം ഏറ്റവും എൻ്റെ സെൻറ്ററിൽ ഒരു കുട്ടി ഇങ്ങോട്ട് വന്ന ഒരമ്മ, ഒരു നേഴ്സിംഗ് കോളേജ് പഠിപ്പിക്കുന്ന ഒരു അമ്മയാണ്. അവരുടെ മകൾ 20 വയസ്സുള്ള, അവിടെ വേറൊരു വർഷത്തിന് വന്ന. പക്ഷെ ആ സംസാരിക്കുന്നതിനിടയിൽ അമ്മ പറഞ്ഞൊരു സെൻറ്റൻസ്, സാറേ ഇവള് വിവാഹം കഴിക്കണമെന്ന് ഞാൻ പറയത്തില്ല. അപ്പം ഞാൻ ഷോക്ക് അടിച്ചു. അമ്മമാർ സാധാരണ അങ്ങനെ ഒരു വാചകം നമ്മുടെ ഒരു നാട്ടിൻപുറത്ത് പറയത്തില്ലല്ലോ. അപ്പോൾ അമ്മ പറഞ്ഞു, സാറേ എൻ്റെ വീട്ടിൽ 13 ഫാമിലീസ് ഉണ്ട്, എൻ്റെ ഇമ്മീഡിയറ്റ് ഫാമിലീസ്. 11 പ്രോബ്ലത്തിലാണ്. ഇത് കണ്ടിട്ട് ഇവളും പോയി അതുപോലെ പ്രശ്നത്തിൽ വീഴണമെന്ന് ഞാൻ നിർബന്ധിക്കത്തില്ല. ഞാൻ പറഞ്ഞു, അമ്മ ഒരു 5 വർഷം കൊണ്ട് ഇതേ വാചകം പറഞ്ഞിട്ട് ഒരു 28 വയസ്സാകുമ്പോൾ ഇവളെയും കൊണ്ട് വരും എൻ്റെ പേര്. സാറേ ഇവളെ ഞാൻ പ്രായമായി, ഇവളെ ഒന്ന് കല്യാണം കഴിക്കാൻ ഒരുക്കുക. കാരണം അമ്മ തന്നെയാണ് അവളെ ഈ താല്പര്യമില്ലായ്മ ക്രിയേറ്റ് ചെയ്യുന്നത്. വിവാഹ ജീവിതം സന്തോഷകരമല്ല, ദുരന്തമാണ്, പ്രശ്നമാണ്, ചലഞ്ച്, ഒരു ത്രെട്ടാണ് എന്നൊക്കെയുള്ള വികാരങ്ങൾ ക്രിയേറ്റ് ചെയ്താൽ കുട്ടിയിൽ എന്ത് ചെയ്യും, ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് അറിയാതെ വളർത്തിയെടുക്കും. അപ്പോൾ അവൾ പ്രിപ്പയർ ചെയ്യേണ്ട സമയത്ത്, അടുത്ത ഘട്ടത്തിന് വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ട സമയത്ത് മനസ്സ് നേരെ അതിനുവേണ്ടി ഒരുങ്ങുന്നതിന് വരെ ഒരുങ്ങാതിരിക്കുക ചെയ്യുന്നത്. എന്നിട്ട് പെട്ടെന്ന് ആ സംഭവം ഉണ്ടായാൽ എന്ത് പറ്റും, ഈ കുട്ടി മിസ്ഫിറ്റ് ആവും. കാരണം കുട്ടി നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് വിവാഹത്തിലേക്ക് പോകുന്നത്. അപ്പൊ ഇതുപോലെ നമ്മൾ പറയുന്ന ഒരു വാചകങ്ങളൊക്കെ എന്തുമാത്രം ഇമ്പാക്ട് ഉണ്ടാക്കുന്നതെന്ന് ആര് ചിന്തിക്കുന്ന, അവരുടെ മനസ്സിൽ ഒരു പ്ലാൻ ചെയ്ത് കഴിഞ്ഞു, ഞാൻ വിവാഹം കഴിക്കുന്നില്ല. കാരണം ഒരു നെഗറ്റീവ് അനുഭവം. കാരണം പണ്ട് വിവാഹം എന്ന് പറഞ്ഞാൽ 11 വയസ്സുള്ള കൊച്ചുങ്ങളൊക്കെ എങ്ങനെയും കല്യാണം കഴിക്കണം, പങ്കാളി വേണം, ഇങ്ങനെ കൊതിയായിരുന്നല്ലോ. പ്രാർത്ഥന വിഷയം തന്നെയായിരുന്നു, വലിയൊരു ആഗ്രഹമായിരുന്നു എങ്ങനെയും കല്യാണം കഴിക്കണം. അപ്പം ജീവിതത്തിലെ ഏറ്റവും നല്ല അനുഭവങ്ങളിൽ ഏറ്റവും സുന്ദരമായ അനുഭവങ്ങളൊന്നും വിവാഹം കുടുംബജീവിതത്തിലേക്ക് കയറുവാന്നായിരുന്നു. ഇപ്പൊ അതിനെ ഭീതിയോട് കാണാൻ തുടങ്ങിയെന്ന് പറഞ്ഞാൽ ആളുകളുടെ മനോഭാവത്തിലുണ്ടായ മാറ്റം. പിശാച് എന്തുമാത്രം പെട്ടെന്നാണ് എല്ലാവർക്കും മാന്യവും ഏകനായിരിക്കുന്നത് നന്നല്ല, വിവാഹം കഴിക്കണം എന്നുള്ള ദൈവിക പദ്ധതിക്ക് തുരങ്കം വെക്കുന്നത് എത്ര പൊളിക്കാനുള്ള പദ്ധതി
പുള്ളി ഈ വിജയിച്ചു. പൊളിക്കുന്ന പദ്ധതിയിലാണ് നമ്മൾ അറിയാതെ ഭാഗവാക്കാകുന്നതെന്ന് പലരും തിരിച്ചറിയുന്നില്ല. സാർ അതുപോലെ തന്നെ ലിവിങ് ടൂതറും ഇപ്പൊ കൂടി. വന്നു. അത് വർഷങ്ങളോളം നീണ്ടു നിന്നിട്ട് പിന്നെ വിവാഹം കഴിക്കാതെ അവിടെയും ആത്മഹത്യ സംഭവിക്കുന്നു. വന്നു. കാരണം അങ്ങനെ വന്നൊരു കുട്ടിയോ മറ്റു കാര്യങ്ങളോ ഉണ്ടാകുമ്പോഴത്തേ അതിനെ താങ്ങാൻ പറ്റുന്നില്ല. ആരുമില്ല, ലീഗലി അതിനൊരു ഇതുമില്ല. പിന്നെ അങ്ങ് പോവുകയാണ്, രണ്ടു പേർക്കും ഒരു പ്രത്യേക ഒരു ഇന്റൻഷനോടുകൂടി അങ്ങ് പോവുകയാണ്. ഒരു സമയത്ത് അവിടെയും അവസാനം ജീവൻ ഒടുക്കേണ്ട അവസ്ഥ വരുന്നു. മാത്രമല്ല മറ്റൊരു പിന്നീട് ഒരാളോട് കമ്മിറ്റഡ് റിലേഷൻഷിപ്പ് പുലർത്താൻ ഇത് എല്ലാവരും തടസ്സമാകും. കുറ്റബോധം. പിന്നെ നമ്മൾ കുറ്റബോധം എന്ന് പറയുന്ന സാധനം ഒന്നും ഇപ്പൊ ഇല്ലാതാകുക. കുറ്റബോധമില്ല, പക്ഷെ എന്തോ സ്ട്രഗിളായി ഭയമായിട്ട് മാറും. ഇനി നമ്മളെ കൊണ്ട് പറ്റുമോ ഇത്രയും വർഷം? ഇനി ഇതെല്ലാം സോഷ്യൽ മീഡിയ വഴി ലോകത്തിലുള്ളവരെല്ലാവരും അറിയുന്നുമുണ്ട്. തന്നെയല്ല, സോഷ്യൽ മീഡിയ വഴി ഇതൊക്കെ ഓക്കെയാണ്, ദിസ് ഇസ് ലൈഫ് സ്റ്റൈൽ, ഇതാണ് എന്ന് പറഞ്ഞ് പഠിപ്പിച്ച് കഴിഞ്ഞു. നമ്മൾ അറിയാതെ ഇത്തരം വാച്ചിങ് വഴി നമ്മുടെ മൂല്യബോധങ്ങളിലും വിശ്വാസങ്ങളുടെയും ഇത് അടിത്തറ തന്നെ ഇളകിപ്പോവും. ദിസ് ഓക്കെ എന്നുള്ള ചിന്തയിലേക്ക് വരും ഇതൊക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള ചിന്താരീതിയിലുണ്ടാകുന്ന മാറ്റത്തെക്കുറിച്ചൊക്കെ നമ്മുടെ സഭകൾ ബോധവാന്മാരാകുകയും ബിബ്ലിക്കലി ആളുകളെ തിങ്കിങ്ങിനെ ഉറപ്പിക്കുകയും ചെയ്യേണ്ട വലിയ ബാധ്യതയാണ് ഈ കാലഘട്ടത്തിലുള്ളത്. ഇത്രയും വലിയൊരു വിഷയത്തിൽ പക്ഷേ എത്രമാത്രം നമ്മുടെ സഭാ നേതൃത്വങ്ങൾ ബോധവാന്മാരാണ്, അതിനുവേണ്ടിയുള്ള പരിശ്രമം നടത്തുന്നുണ്ടെന്നുള്ളത് ചിന്തിക്കേണ്ട ഒരു വലിയ. അതെ, ഞാൻ സഭയിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു കാര്യമുണ്ട്. നമ്മുടെ കുട്ടികൾ വീണ്ടും അമിതമായ ഗെയിം അഡിക്ഷനാണ്. ഇതിൽ നിന്ന് ഇവരെ പുറത്തു കൊണ്ടുവരാൻ പറ്റുമോ എന്ന് തന്നെ നമുക്കിനി അറിയത്തില്ല. ടെക്നോളജികൾ ഒരുപാട് വന്നു, കുട്ടികളെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. പാരൻസും പിള്ളേരെ അനുവദിക്കുകയാണ്. ഇതിലകപ്പെട്ടിട്ട് വരെ പിള്ളേർക്ക് പഠിക്കാൻ പറ്റുന്നില്ല. അവസാനം അതും ആത്മഹത്യ പോയി. നമ്മൾ നേരത്തെ കണ്ട ഒരു വാർത്തയിൽ ഇപ്പം അത് വയസ്സ് കുറയുക. ഈ ആഴ്ച തന്നെ എനിക്കൊരു 10ൽ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി, 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി, ആ ഏജിലുള്ള കുട്ടികൾ പോലും അഡിക്റ്റ് ആകും. മറ്റേന്ന് പറഞ്ഞാൽ വലിയ കുട്ടികളെ കുറിച്ചായിരുന്നു വന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഇതിപ്പം വളരെ ചെറിയ കുട്ടികൾ ഇതിനകത്ത്, കാരണം ടെക്നോളജിക്കലി ഭയങ്കര ഓറിയന്റഡ് ഇപ്പോഴത്തെ കുട്ടികൾ, ശരിയല്ലേ? കാരണം ഒരു വയസ്സിൽ തന്നെ ഈ മെഷീനോടൊക്കെ ഇപ്പം മൊബൈല് ഇന്നലെ തന്നെ ഒരു പേരൻസ് സംസാരിക്കുക, അപ്പം കൊച്ചിനെ ഒന്ന് അടക്കിയിരുത്തണം, കുഞ്ഞാരെങ്കിലും പോകുന്നില്ല, ഉടനെ ഗെയിം എടുത്ത് കൊടുത്തു, കൊച്ചിനെ ഇട്ടു, ഗെയിം കളിച്ചുകൊണ്ട് അപ്പം ഞാൻ പറഞ്ഞത് അപകടമാണ്, നമ്മൾ തന്നെ ഈ കൊച്ചിനെ അഡിക്റ്റ് ആക്കുന്നത്. പക്ഷേ അങ്ങനെ ഇരുന്നോളും. പക്ഷേ അപ്പോൾ 1 വയസ്സിലോ 2 വയസ്സിലോ ഇത്രയും ടൈം എക്സ്പോസ് ചെയ്യുന്ന ഒരു കുട്ടി 5 വയസ്സാകുമ്പോൾ എത്ര ഉപയോഗിക്കും? അതുകൊണ്ട് കഴിഞ്ഞ ദിവസം 7ാം ക്ലാസ്സുകാരൻ വന്നു, ഞാൻ ചോദിച്ചതിൻ്റെ ആഗ്രഹം എനിക്ക് ഹാക്കറാവണം. അപ്പോൾ അവൻ ഹാക്കിങ്ങിന് ഒരു സിംഗപ്പൂരിൽ നിന്ന് വന്ന ഒരു കസിന് അവനെ ഒരു ഓറിയന്റേഷൻ കൊടുത്ത ഈ 2 വർഷം കൊണ്ട് അവൻ വേൾഡിൽ ഫേമസ് ആയിട്ടുള്ള പല കമ്പനികളുടെ ഈ ഗെയിമുകളുടെ അകത്ത് കയറി അത് മാനിപ്പുലേറ്റ് ചെയ്യാൻ പഠിച്ചു. വെറും 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന 12കാരൻ. അപ്പോൾ അവൻ അതിനകത്ത് എക്സ്പേർട്ട് ആണെന്ന് അവന് മനസ്സിലായി. അപ്പോൾ ആ എക്സ്പേർട്ട് ആകുമ്പോൾ അതിനകത്ത് സക്സസ്ഫുൾ ആകുന്നു. അപ്പം ഞാൻ പറഞ്ഞു, ഈ എത്തിക്കൽ അല്ലാത്ത ഇത്തരം ഹാക്കിംഗ് നിയമപരമായ ഒരു പ്രശ്നമാണ്. ആ കമ്പനി നിനക്കെതിരെ കേസ് കൊടുത്താൽ നീ അകത്ത് പോകും. കാരണം ഇതൊരു അതൊന്നും അവൻ അറിയത്തില്ല. അത് കേട്ടപ്പോഴാണ്, ഇത് ഭയങ്കര ഒരു സാധനം മോഷ്ടിക്കുന്ന പോലെ തന്നെയാണ്. അവരെ ഒരു ഇൻഫർമേഷനോ അവരെ ഒരു രഹസ്യമോ അവരെ ഓഫീസിൽ കയറി അവരുടെ രഹസ്യം ഫയൽ നീ എടുക്കുന്ന പോലെ തന്നെയാണ് അവരെ രഹസ്യം നീ എടുക്കുന്നത്. എന്നാൽ അത് ആ കമ്പനിക്ക് കേസ് കൊടുത്താൽ നീ സൈബർ കുറ്റത്തിനകത്ത് പോകുമെന്നുള്ള യാഥാർത്ഥ്യം നിനക്കറിയാമെന്ന് പറഞ്ഞപ്പോൾ അവൻ ഷോക്ക് അടിച്ചേ. കാരണം ആ കാര്യം ആരും പറഞ്ഞു. അല്ല പേരൻസ് ചെയ്യുന്ന എന്തോ തട്ടിപ്പറിച്ചോണ്ട് പോവുക, അല്ലെങ്കിൽ തന്നില്ലെങ്കിൽ ഞാൻ സ്കൂളിൽ പോകുന്നില്ല. ഇപ്പൊ ഈ ദിവസങ്ങളിൽ തന്നെ സ്കൂളിൽ പോകാത്ത ഒത്തിരി കുട്ടികളുണ്ട്. ഫോൺ തന്നില്ലെങ്കിൽ സ്കൂളിൽ പോകത്തില്ല. അപ്പൊ ആ കുട്ടി വയലന്റ് ആയ എന്ത് ചെയ്യണമെന്ന് പേരൻസിന് അറിയത്ത ഇല്ല. സ്കൂൾ അതിനെ ആ കുട്ടികളെ ഒന്നും ബോധവൽക്കരിക്കുന്നില്ല. സ്കൂളിൽ പ്രോഗ്രാമിന് വേണ്ടി നടത്തും. പക്ഷെ ഇത് ഒരു കുട്ടികളെ ഭയങ്കരമായി ബാധിക്കുന്ന വിഷയമാണെന്നും ഇതിനകത്ത് ഗൈഡൻസ് വേണമെന്നുള്ള ബോധത്തിലല്ല പല സ്കൂളുകളും. ആരിലും വന്നൊരു പ്രോഗ്രാം നടത്തി അങ്ങ് പോകുന്നു എന്നല്ല, അപ്പുറത്ത് ഇതിനെ. പക്ഷേ ജീവിതം നമ്മൾ വിചാരിക്കുന്നതിനപ്പുറം പെട്ടെന്ന് ഫാസ്റ്റായിട്ട് നമ്മുടെ സമൂഹം മാറുക. വളരെ അടിയന്തരമായി എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ സംഗതി കൈവിട്ട് പോവാണ്. അപ്പം നമ്മൾ സെപ്റ്റംബർ 10 എല്ലാ വർഷവും വേൾഡ് സൂയിസൈഡ് പ്രിവെൻഷൻ ഡേ ആയിട്ട്, ആ ഒരു ദിവസത്തിനല്ല എല്ലാ ദിവസവും നമ്മളിത് ചെയ്യേണ്ടതാണ്. എങ്കിലും ഈ വർഷം ഒരു തീമായിട്ട് സ്റ്റാർട്ട് ദ കോൺവെർസേഷൻ എന്നും പറഞ്ഞൊരു തീം തന്നെ സെലക്ട് ചെയ്തു. ഈ ഒരു തീം കൊണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? നമ്മൾ മറ്റേ ഒരു സ്റ്റിഗ്മയും ടാബു ആയിരുന്നല്ലോ ഈ വിഷയം തന്നെ സംസാരിക്കരുത്. കാരണം ആരോടെ ഇത് പറഞ്ഞ അവർ ആത്മഹത്യ ചെയ്ത് കളി. പക്ഷെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ആത്മഹത്യയെക്കുറിച്ച് എന്തെങ്കിലും സൂചന തരുന്നത്, നിരാശയെക്കുറിച്ചും ജീവിതം ഒടുക്കുന്നതിനെക്കുറിച്ചും സൂചന തരുമ്പോൾ നമ്മൾ അവരോട് ഓപ്പണായിട്ട് അവരുടെ മനസ്സിനെ കുറിച്ച് സംസാരിക്കണം. നമ്മൾ എവിടെ തുടങ്ങണം? വീട്ടിൽ തുടങ്ങണം, വീട്ടിലും തുടങ്ങണം, സമൂഹത്തിലും അത് സംസാരിക്കണം. സംസാരിക്കുമ്പോൾ ഇത് എന്തുമാത്രം കോൺക്രീറ്റ് ആണ് എന്ന് പറഞ്ഞാൽ, അവരെ എന്ന് മരിക്കുന്നു, എങ്ങനെ മരിക്കുന്നു,
അത് അതിനുള്ള വസ്തുക്കൾ വല്ലതും അവർ ഗ്യാദർ ചെയ്തിട്ടോ അങ്ങനെയൊക്കെയുള്ള കേസാണെങ്കിൽ അടിയന്തരമായിട്ട് ഒരു നിമിഷം പോലും കളയാതെ ഇയാൾ ഇന്റർവെൻഷൻ ചെയ്യണം. വസ്തുക്കൾ കണ്ടെത്താൻ എളുപ്പമാണ്. ഇപ്പം നമ്മൾ ആ ഡോക്ടർ സൂയിസൈഡ് ചെയ്തതിനെ പറ്റി പറഞ്ഞു. ഡോക്ടർ മെഡിസിൻ അവിടുന്ന് തന്നെ അതിനുള്ള മരുന്ന് കുത്തിവെച്ചിട്ടാണ് അവർ വന്നത്, വഴി കണ്ടെത്തി. അപ്പൊ അങ്ങനെയുള്ള സാധനങ്ങൾ ഒരു കുട്ടി സ്വരൂപിച്ചെങ്കിൽ, എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ, ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇന്ന വഴി കൂടെ ചെയ്യണമെന്ന് നിർബന്ധം ഉണ്ടെങ്കിൽ അതിനെ ഒട്ടും അമാന്തിക്കാതെ അതിന് ഹെൽപ്പ് ഉടൻ തന്നെ കൊടുക്കണം. കാരണം അങ്ങനെയുള്ള ഒരു അറ്റംപ്റ്റ് ചെയ്യും, 100% ചെയ്യും. അതേസമയം എന്തിനായിരിക്കുന്നേ മടുത്തു എന്നൊക്കെയുള്ളൊരു ഐഡിയ മാത്രമേ ഉണ്ടെങ്കിൽ അത്ര റിസ്ക് ഇല്ല, അവരെ കൗൺസിൽ ചെയ്താൽ മതി. പക്ഷേ വളരെ കോൺക്രീറ്റ് ആയിട്ടുള്ള പ്ലാനിങ്ങും ടൈമിങ്ങും ഉണ്ടെങ്കിൽ നമ്മളതൊട്ടും ഹൈഡ് ചെയ്യരുത്, അത് ഒട്ടും മറച്ചു വെക്കരുത്, അല്ലെങ്കിൽ കണ്ണടക്കരുത്. മാത്രമല്ല അവരോടൊപ്പം അവർ ഒരു അറ്റംപ്റ്റ് ചെയ്താൽ റിക്കവർ ചെയ്യുന്നിടം വരെ ഒരാളുടെ സാമീപ്യം, അവർക്ക് ഫിസിക്കൽ സാമീപ്യം തന്നെ അവരെ ഒറ്റയ്ക്ക് കിടത്തുവോ ഒന്നും ചെയ്യരുത്. എപ്പോഴും അവരോടൊപ്പം ഒരാളായിരിക്കണം. ഏറ്റവും അപകടം പറ്റാത്ത ഒരു സ്ഥലത്തേക്ക് അവരെ മാറ്റുന്നത് തന്നെ നല്ലത്. കാരണം പെട്ടെന്ന് സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്യാത്ത ഒരു സ്ഥലത്തേക്ക് മാറ്റുക തന്നെ ചെയ്യണം. അല്ല ഇതൊക്കെ അവഗണിച്ച് കഴിഞ്ഞിട്ട് പിന്നെ എന്തെങ്കിലും പറ്റിയിട്ട് ഒരു ജീവൻ പോയിട്ട് നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല. അതുകൊണ്ട് ഇത്തരം അപകട സൂചനകളെ അതിൻ്റെ ഇമ്പോർട്ടൻസ് കാണാൻ സമൂഹം കാണണം. 80% പേര് അലാറം മുഴക്കും. അപ്പം കണ്ണടയ്ക്കരുത്. തക്ക സമയത്ത് ഹെൽപ്പ് ചെയ്താൽ നമ്മുടെ എല്ലാ ജീവിതത്തിൽ ചിലരെ നമുക്ക് ലൈഫിൽ നിന്ന് രക്ഷപ്പെടുത്താൻ പറ്റും. നല്ല നല്ല ഫ്രണ്ട്ഷിപ്പുകൾക്ക്, നല്ല നല്ല ബന്ധങ്ങൾക്ക് ഒരുപക്ഷെ തുറന്നു പറയുന്നതോടുകൂടെ അവൻ്റെ പ്രശ്നങ്ങൾക്ക് ചിലപ്പോൾ ഒരു പരിഹാരം, താൽക്കാലിക ആശ്വാസങ്ങളും കിട്ടുമ്പോൾ ഒരാൾ പെട്ടെന്ന് ഒരു പെരുമാറ്റ വ്യത്യാസം എന്ന് ചിരിച്ചുകൊണ്ടാണെന്ന് ഒരാൾ ചിരിക്കുന്നില്ല, മിണ്ടിക്കൊണ്ടാണെന്ന് ഒരാൾ മിണ്ടുന്നില്ല, പഠിക്കുന്ന ഒരാൾ പിന്നോക്കം പോകുന്നു, എല്ലാവരോടും സഹകരിച്ച ആൾ ഒറ്റപ്പെട്ടിരിക്കുന്നു. ഇത് കാണുമ്പോഴേ നിനക്ക് എന്തോ പറ്റി. കാരണം സഹജീവിയോട് നമ്മുടെ സഹോദരനാണ്, സഹജീവിയോട് നമുക്ക് കടപ്പാടുണ്ട് അല്ലേ. അതുകൊണ്ട് ആ ഒരു ബോധം നമ്മളെ ഭരിക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും എന്ത് ചെയ്യാൻ പറ്റും? അത് കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റില്ല അല്ലേ. പൗലോസ് അവിടെ ആ ജയിലർ പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? ഞങ്ങളിവിടെ ഉണ്ട്, നീ ഒരു ദോഷവും ചെയ്യരുത്. നമ്മൾ ഈ ഭൂമിയുടെ ഉപ്പാണ്, വെളിച്ചമാണ്. നമ്മൾ ഇവിടെ ഉള്ളപ്പോൾ നമ്മുടെ അറിയാവുന്ന, നമ്മുടെ പരിചയത്തിലുള്ള, നമ്മൾ സഹകരിക്കുന്ന ഒരാൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യാൻ ഇടവരരുത്. അത് നമ്മുടെ ഒരു കൃത്യവിലോപമാണ്. ദൈവം നമ്മളോടുകൂടെ ആത്മാവിനെക്കുറിച്ച് ചോദിക്കും എന്നുള്ള ബോധം നമുക്ക് ഭരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഭാവമാറ്റമോ മൂടുമാറ്റമോ പെരുമാറ്റ മാറ്റമോ ഒരാൾ കണ്ടാൽ എന്താണെന്ന് തിരക്കാനും അതിനകത്ത് ഇൻ്റർവെൻഷൻ ചെയ്യാനും ഉള്ള ഒരു ബാധ്യത നമുക്കുണ്ട്. അത് ദൈവം നമ്മൾ മറ്റൊരാളെ ആക്കിയിരിക്കുകയാണെന്നുള്ള ബോധം നമ്മളെ ഭരിക്കണം. അങ്ങനെ ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും ചില ജീവിതങ്ങളെ നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റും. നമ്മുടെ ഇടയിൽ പൊതുവെ ഒരു ചിന്തയുണ്ട്, ആത്മീയരായിട്ടുള്ളവർ അങ്ങനെ ഒന്നും ചിന്തിക്കത്തില്ല. നമുക്കറിയാമല്ലോ, ഏലിയാവിനെ പോലെ ആഹാവിനെ വിറപ്പിച്ചിട്ട് വന്ന ആൾ അല്പം കൂടെ കഴിയുമ്പോൾ ചൂരച്ചെടി എന്നിട്ട് എൻ്റെ ജീവനെ എടുക്കണമെന്ന് പറയുവാണ്. യോന വലിയ അത്ഭുതം കൊണ്ട് കഴിഞ്ഞിട്ട് അല്പം കൊണ്ട് കഴിഞ്ഞിട്ട് നമുക്കറിയാം ചൂരച്ചെടിയുടെ ഇത് മടുത്തിരിക്കുന്ന കാഴ്ചയാണ് അല്ലേ. പൗലോസിനെ പോലെ വീരനായിട്ടുള്ളവർ പോലും നമ്മളോട് പറയുന്നത് നീ എൻ്റെ ഹൃദയം തണുപ്പിച്ചു. അപ്പം അദ്ദേഹത്തിന് പോലും ഹൃദയം തണുപ്പിക്കേണ്ട മൊമെന്റുകൾ ജീവിതത്തിൽ ഉണ്ടായി. അപ്പം ജീവിതത്തിലെ ഏറ്റവും വലിയ ആളുകൾക്ക് പോലും അത്തരം ജീവിതാനുഭവങ്ങൾ ഉണ്ടാകാം. അത് തീർച്ചയായിട്ടും അപ്പോൾ ആരും അതിനകത്ത് എക്സെപ്ഷനിലല്ല. അവർ ചെയ്യുമെന്നല്ല, പക്ഷെ അത്തരം ചിന്തകളോ നിരാശയോ ഉണ്ടാകാം. അങ്ങനെയുള്ള അവസ്ഥയിൽ നമുക്ക് അവരോട് ബാധ്യതയുണ്ട്. അവരെ നമ്മുടെ ഒരു കൺസേണും ഒരു ശ്രദ്ധിക്കുന്ന കണ്ണും കേൾക്കുന്ന ചെവിയും കമ്പാഷനുള്ള ഒരു ഹൃദയവും ഉണ്ടെങ്കിൽ നമുക്ക് ആരെയും രക്ഷിക്കപ്പെടുത്താൻ പറ്റും. അതാണ് ഏറ്റവും വലിയ ഗുളിക. അതെ, വലിയൊരു ട്രാജഡിയാണ് ആത്മഹത്യ. അത് ഒരു കുടുംബത്തെ അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തെ മൊത്തം തകർക്കുകയാണ്. ആത്മഹത്യ പാപമാണെന്ന് വ്യക്തമായിട്ട് ബൈബിൾ പറയുന്നുണ്ട്. അപ്പം നമുക്ക് ഈ വർഷവും നമുക്ക് സമൂഹത്തോട് എന്താ പറയാൻ പറ്റുന്നത്? ദൈവമേ, ചെയ്യാതിരിക്കുക. നമ്മളെ ജീവിതം പ്രഷ്യസ് ആണ്. അതെ, ജീവിതത്തെ പ്രതിസന്ധികൾ മാറും. നമ്മൾ ഒരു രാത്രി ഉണ്ടെങ്കിൽ പകലുണ്ട്. അതുകൊണ്ട് ഈ മഴയും തോരും. അപ്പോൾ ഈ പ്രതിസന്ധികൾ വരുമ്പോൾ അത് അവസാനമാണെന്ന് കരുതാതെ അതിനെല്ലാം ഒരു മറുവശമുണ്ട്, അതിന് അവസാനിക്കുന്ന ഒരു നിമിഷമുണ്ടെന്നും ദൈവത്തോടൊപ്പം അതിനെ അഭിമുഖീകരിക്കാനുള്ള പ്രാപ്തരായിട്ട് മാറുകയുമാണ് ചെയ്യേണ്ടത്. ദൈവം നമ്മളെ ഒരു സന്ദർഭത്തിലും കൈവിടത്തില്ല. അതുകൊണ്ട് കൂരിൽ താഴ്വരയിൽ കൂടെ നടന്നാലും അനർത്ഥം പറ്റത്തില്ല, എന്നോടൊപ്പം കർത്താവ് ഉണ്ടെന്നുള്ള ബോധം നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആ പ്രതിസന്ധികളെ വെക്കും. അങ്ങനെ മനസ്സ് തകർന്നവർക്ക് നമ്മൾ താങ്ങും തണലും കൊടുക്കുകയാണെങ്കിൽ ഈ ഭൂമിയിലെ ജീവിതത്തിൽ നിന്നും നിത്യമായ ഒരു നാശത്തിൽ നിന്നും നമുക്ക് അവരെ രക്ഷിക്കാൻ പറ്റും. അത് ആ ഒരു ബോധവും ആ ഒരു കടപ്പാടും നമുക്കുണ്ടെന്നുള്ള ബോധം എല്ലാ വിശ്വാസികളെയും ഭരിക്കേണ്ടത് ആവശ്യമാണ്. എല്ലാ മനുഷ്യരെയും ഭരിക്കേണ്ട ആവശ്യമാണ്.
നമ്മുടെ ചർച്ചിലാണെങ്കിലും ഇപ്പം സാറ് പറഞ്ഞ പോലെ ഒരു വ്യക്തിയിൽ ഒരു മാറ്റം കാണുമ്പോൾ അവനിപ്പോൾ ഒരു ഞായറാഴ്ച ചർച്ചിൽ വരുന്നില്ലെങ്കിൽ അവൻ പല ആക്ടിവിറ്റിയിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ടെങ്കിൽ വരെ നമ്മൾ അവനെ അടക്കം നമ്മൾ ശ്രദ്ധിക്കണം. സ്കൂളിൽ ഒരു കുട്ടി മുന്നിൽ ഇരുന്ന കുട്ടി പുറമോട്ട് പോകുന്നുണ്ടെങ്കിൽ, പഠിച്ചുകൊണ്ടിരുന്ന ഒരു കുട്ടിക്ക് മാർക്ക് കുറവുണ്ടെങ്കിൽ, എല്ലാവരോടും ഇടപെട്ടിരുന്ന ഒരു കുട്ടി ഇപ്പോൾ ഇടപെടുന്നില്ലെങ്കിൽ അതൊരു ലക്ഷണമാണ്. ഇത്തരം കാര്യങ്ങളെ അവഗണിക്കരുത്. ഇത്തരം സിംറ്റംസിനെ ശ്രദ്ധിക്കാൻ തുടങ്ങിയാൽ നമുക്ക് നീഡിയായിട്ടുള്ളവരെ കണ്ടെത്താനും ഹെൽപ്പ് ചെയ്യാനും പറ്റും. അതൊരു ഓഫീസിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും എല്ലാ ഗ്രൂപ്പിലും നമുക്കത് നമ്മൾ ഒരാളെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അവനെ കരുതാൻ പറ്റുമെന്ന് തന്നെയാണ്. പ്രത്യേകിച്ച് ഈ ഒരാൾ വിടവാങ്ങൽ നോട്ട് എഴുതുക, എന്നാൽ ഒരു ഗിഫ്റ്റ് കൊണ്ട് തിരിച്ചു തരിക, എന്തെങ്കിലും സെറ്റിൽ ചെയ്യുക, യാത്ര പറയുക, ഇതൊക്കെ ചെയ്യുവാണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി അവർ അറ്റംപ്റ്റ് ചെയ്യും. അതുകൊണ്ട് അപ്പൊ അത്തരം കാര്യങ്ങൾ കാണുക, അതൊക്കെ വളരെ സീരിയസ് ആയിട്ടുള്ള അലാം ആയിട്ട് നമ്മൾ കാണണം. അങ്ങനെയൊക്കെ ചെയ്താൽ അതൊരിക്കലും അവഗണിക്കരുത്. അവരോടൊപ്പം സമയം ചെലവഴിക്കാനും രക്ഷപ്പെടുത്താനും നമ്മൾ ശ്രമിക്കണം. സാറിന്റെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസിൽ ഓരോ ദിവസവും സാർ ഓരോ ജീവനെ രക്ഷിച്ചുകൊണ്ടിരിക്കുക. ചിലപ്പോൾ ഒക്കെ നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ടാവാം, നമ്മുടെ കയ്യിൽ എത്തുന്നതിന് മുമ്പേ അവരുടെ ജീവൻ നഷ്ടപ്പെട്ടേക്കാം. സാർ ഇപ്പോൾ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? ഞാൻ പത്തനംതിട്ടയാണ് എൻ്റെ ബേസ്. പത്തനംതിട്ട, തിരുവല്ല, പിന്നെ കേരളം മുഴുവൻ ഞാനിങ്ങനെ യാത്ര ചെയ്യുകയും പ്രോഗ്രാമുണ്ട്. പത്തനംതിട്ട എനിക്ക് അഗാപ്പെ കൗൺസിലിംഗ് സെൻ്റർ എന്ന് പറഞ്ഞൊരു റെസിഡൻഷ്യൽ കൗൺസിലിംഗ് സെൻ്റർ ഉണ്ട്. റീസ്റ്റോർ മൈൻഡ്സ് എന്ന് പറഞ്ഞ ഒരു OP കൗൺസിലിംഗ് സെൻ്ററും സൈക്കാട്രിക്. റീസ്റ്റോർ മൈൻഡ്സ് എന്നുള്ള പേര് തന്നെ വളരെ വളരെ ശ്രദ്ധിക്കപ്പെട്ടത്. അതിപ്പം പത്തനംതിട്ട, എറണാകുളത്തും 2 ഓഫീസുണ്ട്. അത് പകൽ ആളുകൾക്ക് വന്ന് ഹെൽപ്പ് സ്വീകരിക്കാവുന്നതിൻ്റെ ഒരു വ്യക്തിപരമായ ഇനിഷ്യേഷൻ. നമ്മുടെ മൈൻഡാണ് നമ്മൾ റീസ്റ്റോർ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നമുക്ക് ഇത്തരം ധാരാളം ഈ അവയർനെസ് പ്രോഗ്രാംസും നമ്മൾ പ്രീമാറ്റർ ഇപ്പോൾ ഫാമിലിയെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടി ഇപ്പോൾ പ്രീമാറ്റർ പ്രോഗ്രാം, അതുപോലെ തന്നെ കപ്പിൾസിന് വന്ന് ഫാമിലി എൻറിച്ച് ചെയ്യാനുള്ള ഒരു 3 days ക്യാമ്പ് എല്ലാ മാസവും ഞങ്ങളിപ്പോൾ നടത്താൻ പ്ലാൻ ചെയ്യുകയാണ്. അതുകൊണ്ട് അതൊക്കെ ഞങ്ങളുടെ വെബ്സൈറ്റിൽ പോവുകയാണെങ്കിൽ അവർക്ക് ബുക്ക് ചെയ്യാൻ പറ്റും. റെഗുലറായിട്ട് ഒരു പ്രശ്നം ഉണ്ടായിട്ട് പരിഹരിക്കുമല്ല, പ്രശ്നം ഉണ്ടാകാതെ നോക്കാനാണ് നമ്മൾ നോക്കേണ്ടത്. അങ്ങനെ സ്ട്രെങ്തൻ ചെയ്താൽ പലപ്പോഴും ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ. നമുക്കൊരു അവയർനെസ് ഭാഗമായിട്ട് നമുക്കൊരു ഒരു പ്രോഗ്രാം നമ്മൾ പ്ലാൻ ചെയ്താൽ നമുക്ക് ചർച്ചിൽ ചെയ്യാം. ഇപ്പോൾ സാറിനെ പോലെയുള്ള ആളുകളെ വിളിച്ച ചർച്ചിൽ ചെയ്യാം, നമ്മളങ്ങനെ റിട്രീറ്റ്സ് ചെയ്യും, മാധ്യമങ്ങൾക്ക് ചെയ്യാം, പിന്നെ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങൾക്ക് ചെയ്യാം, സ്കൂളുകൾക്ക് ചെയ്യാം. അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ ഇപ്പോൾ സാറിനെ കോൺടാക്ട് ചെയ്താൽ സാർ അവരുമായിട്ട് തീർച്ചയായിട്ടും അങ്ങനെയുള്ളവരെ സഹായിക്കുന്നുണ്ട്. സ്കൂളുകളിലെല്ലാം പ്രോഗ്രാം ചെയ്യാൻ സാർ ഞാനിപ്പോൾ ഈ ദിവസങ്ങളെല്ലാം സ്കൂളിലുണ്ട്. ഇപ്പം ഈ ഡേ തന്നെ 2 കോളേജിൽ ഇന്ന ദിവസം. നമ്മൾ സ്കൂളിനെ പറ്റി പറഞ്ഞപ്പോൾ കോളേജ് വിട്ടുപോയി. കോളേജും ഇപ്പം നമ്മുടെ കുട്ടികളൊന്നും ഇവിടെ ഇല്ല, ഒരുവിധം കുട്ടികളെല്ലാം പുറത്തേക്ക് പഠിക്കാൻ പോവുകയാണ്. എന്നാലും നമ്മുടെ കോളേജിലുള്ള കുട്ടികളും ഈ ഒരു ആത്മഹത്യ ചിന്താഗതി അവരിലും വളർന്നു വരുന്നുണ്ട്. സാറിന് ഈ ദിവസങ്ങളിൽ പോയ കോളേജിന് വേണ്ടി ചെയ്ത സെമിനാറുകളിലും സാറിന് എന്ത് തോന്നുന്നു? കുട്ടികളുടെ ഇപ്പോഴത്തെ സ്ഥിതിക്ക് എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ? മാറ്റം വരുന്നുണ്ട്. കുട്ടികളെ ഇത്തരം കാര്യങ്ങൾ അവബോധപ്പെടുമ്പോൾ ആൾക്കാർക്ക്, അതുപോലെ ഹെൽപ്പ് ലൈന്, ഒരു പ്രശ്നം ഉണ്ടായി വിളിക്കേണ്ട ആളുകളെ, ഇങ്ങനെയൊക്കെ നമുക്ക് ഈ ഹോട്ട് ലൈൻസ് ഒക്കെ കൊടുക്കുവാണെങ്കിൽ പെട്ടെന്ന് ആളുകൾ അത്തരം ഒരാളെ വിളിച്ചിട്ടൊക്കെ സഹായിക്കും. കാരണം ആർക്കും ബോധപൂർവം മരിക്കണമെന്നില്ല, മരിക്കാതിരിക്കാൻ എല്ലാവരും അവസാന ശ്രമം നടത്തും. ആർക്കും എന്നെ വേണ്ട, ആരും എന്നെ സഹായിക്കാൻ ഇല്ലെന്ന് തോന്നുമ്പോഴാണ് മരിക്കുന്നത്. ഒരാളെങ്കിലും എന്നെ കേൾക്കാൻ, എന്നെ സംസാരിക്കാൻ, ചിലപ്പോൾ ഒന്ന് സംസാരിച്ചാൽ മതി ആ പ്രസന്റിയിൽ. അപ്പൊ അത്രയും ഒരു അറ്റൻഷൻ കൊടുക്കാൻ ആളുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആളുകളെ രക്ഷപ്പെടുത്താൻ പറ്റും. സമൂഹം മൊത്തമായിട്ട് ഇതിനെക്കുറിച്ച് വിജിലന്റ് ആകുകയും എൻ്റെ അറിവിൽ ഉള്ള ആരും ഒരു ആത്മഹത്യ ചെയ്യാതിരിക്കാൻ എപ്പോഴും എൻ്റെ കണ്ണും കാതും തുറന്നിരിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ഈ ആയുസ്സിൽ ധാരാളം പേരെ നമ്മുടെ ജീവിതം കൊണ്ട് രക്ഷപ്പെടുത്താൻ പറ്റും. അതിന് നമുക്ക് കഴിയട്ടെ. എല്ലാ ഗവൺമെന്റ് ഓഫീസുകളും പ്രത്യേകിച്ച് പോലീസുകാരുടെ ഇടയിൽ ഈ കഴിഞ്ഞ 2 മാസത്തിന് മുമ്പ് പോലീസ് ആത്മഹത്യ ചെയ്യുന്നു. അവര് വരെ ഇതിൽ നിന്ന് ഒളിച്ചോടണമെന്ന് അവർ ആഗ്രഹിക്കുന്നെങ്കിൽ അവർക്ക് പോലും ഇതിനെ അതിജീവിക്കാൻ പറ്റുന്നില്ല. അപ്പൊ സാറിന് എന്ത് തോന്നുന്നു, ഇവർക്കും ഇത് ആവശ്യമല്ലേ? IG-യോട് അക്കാര്യത്തെ സംസാരിച്ച് അവർക്കൊരു ഓഫർ ചെയ്യാൻ കൊടുത്തായിരുന്നു, ഇങ്ങനെ പ്രോഗ്രാം ചെയ്യാമെന്ന്. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹം അതിനുവേണ്ടി പല ഡിസ്ട്രിക്റ്റിലും SP-മാരോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. തീർച്ചയായിട്ടും അവർ നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടി നിൽക്കുമ്പോഴും അവരും പലവിധ സ്ട്രെസ്സിലൂടെ കടന്നു പോകുന്നുണ്ട്. പ്രതിസന്ധികൾ, സമ്മർദ്ദങ്ങളെല്ലാം വരുമ്പോൾ മനുഷ്യരല്ലേ. സമ്മർദ്ദം കൂടുമ്പോൾ ചിലപ്പോൾ അത് ആത്മഹത്യയിലേക്ക് പോകുന്നുണ്ട്. സ്ഥിരം മരുന്ന് കഴിക്കുന്നവർ പല രോഗങ്ങൾക്ക്, പ്രത്യേകിച്ച് ക്യാൻസർ, മാറുന്നില്ല എന്ന് മനസ്സിനോട് പറയാണ്, ഇനി എനിക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല, ഇനി എന്നെ നോക്കുന്നവർ മടുക്കുന്നു, വീട്ടിലുള്ളവർക്കെല്ലാം ഒരു രോഗി വീട്ടിലുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടാവുന്നു. അങ്ങനെ അവൻ മാനസികമായിട്ടൊരു ഡിപ്രഷനിലേക്ക് പോയിട്ട് അവൻ ആത്മഹത്യക്ക് തയ്യാറാവുന്ന ഒരുപാട് കേസ് വരുന്നു. അതോടൊപ്പം തന്നെ ചികിത്സാ ഭാരം താങ്ങാൻ പറ്റുന്നില്ല സാധാരണക്കാരന്. ഇപ്പോൾ ഒരു കിഡ്നി ഫെയിലറായ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം
അവന് ട്രാൻസ്പ്ലാന്റേഷന് പറ്റുന്നില്ല, അതിനുള്ള ഫണ്ട് അവന് കണ്ടെത്താൻ പറ്റുന്നില്ല. ഇങ്ങനെ വരുമ്പം ഇവരെ നമ്മൾ സംരക്ഷിച്ചല്ലേ ഒക്കത്തുള്ളൂ. തീർച്ചയായിട്ടും ഇത് ഗവൺമെന്റ് തന്നെ ഇത്തരം കാര്യങ്ങളിലുള്ള പദ്ധതികൾ ആവിഷ്കരണം ചെയ്യണം. എനിക്ക് തോന്നുന്നു കൈമാണിയുടെ സമയത്താണെന്ന് തോന്നുന്നു നമ്മുടെ ക്യാൻസറിന് വേണ്ടി ഉള്ള ഒരു പേഷ്യൻസിന് വേണ്ടി ഒരു നല്ല പദ്ധതി തുടങ്ങി. അത് ഒത്തിരിയും പേർക്ക് പ്രയോജനമുള്ള, എനിക്കറിയാം പാവങ്ങളായ പലരും ക്യാൻസർ വന്നിട്ട് ആ പദ്ധതിയിൽപ്പെട്ട് ചികിത്സിച്ച് രക്ഷപ്പെട്ടവരെ എനിക്കറിയാം. അപ്പോൾ അതൊക്കെ ഒരു വലിയ സമൂഹത്തെ ഒരു രാഷ്ട്രം ചെയ്ത വലിയ ഉപകാരമാണ്. അപ്പം അങ്ങനെയുള്ള പുതിയ പദ്ധതികൾ പാവങ്ങളായിട്ടുള്ളവർക്ക്, സാമ്പത്തികമുള്ളവർക്ക് അത് കൊടുക്കണ്ട, പക്ഷെ സാമ്പത്തികം കുറഞ്ഞവർക്ക് ജീവൻ നിലനിർത്താൻ ഇത്തരം കാര്യങ്ങളിൽ സൗജന്യമായിട്ടുള്ള ചികിത്സാ പദ്ധതികൾ ഗവൺമെന്റ് തുടങ്ങേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ സന്നദ്ധ സംഘടനകളും ഇത്തരം ഇങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടി ഇപ്പം മനോരമയുടെ ഹൃദയപൂർവ്വം അങ്ങനെയൊക്കെയുള്ള ധാരാളം പദ്ധതികളുണ്ടല്ലോ. അപ്പം അങ്ങനെയൊക്കെയുള്ളവർക്ക് പാവങ്ങൾക്ക് അത് അപ്ലൈ ചെയ്താൽ എന്ത് ചെയ്യാൻ പറ്റും, ആ ചികിത്സ ചെയ്യാൻ പറ്റും. അത്തരം പദ്ധതികൾ പ്രൊമോഷൻ ചെയ്യണം. അങ്ങനെ ചെയ്യുവാണെങ്കിൽ സമൂഹത്തിന്റെ ഒരു സുരക്ഷാ വലയം ആളുകൾക്ക് ഫീൽ ചെയ്യും. ഞങ്ങളുടെ ഇല്ലെങ്കിലും സമൂഹം സംരക്ഷിക്കും, രാഷ്ട്രം ഞങ്ങളെ സംവദിക്കും. അത് തീർച്ചയായിട്ടും സമൂഹത്തോടും രാഷ്ട്രത്തോടുമുള്ള ആളുകളുടെ കൂറ് വർദ്ധിക്കാനും കാരണമാകും. അപ്പം അത്തരം സംവിധാനങ്ങൾ ഉണ്ടാവണം. കാരണം ഇന്ന് വലിയ ചിലവുള്ള ഇതാണ് രോഗം. ഇത്തരം ചികിത്സകൾ വളരെ ചിലവുള്ളതാണ്. മറ്റൊന്ന് രോഗത്തിൻ്റെ വേദന സഹിക്കാൻ പറ്റാതെയും ചിലർ അങ്ങനെ ചെയ്യാറുണ്ട്. അതുകൊണ്ട് വേദന ഉള്ള രോഗങ്ങൾക്ക് വേണ്ട ഈ പാലിയേറ്റീവ് കെയർ അതുപോലുള്ള കാര്യങ്ങൾ വേദന സഹിക്കാതെ. സാർ, പാലിയേറ്റീവ് കെയറിന്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ ഈ പാലിയേറ്റീവ് കെയറുകൾ ഇവിടെ കേരളത്തിൽ ഇപ്പോൾ വന്നു തുടങ്ങി. വിദേശ രാജ്യങ്ങളിലൊക്കെ കൂടുതലുണ്ട് ഹോം കെയർ. അതുപോലെ അവിടെ നമ്മളൊരു കൗൺസിലിംഗ് ആവശ്യമല്ലേ? തീർച്ചയായിട്ടും വേണം, അങ്ങനെ വേണം. പ്രത്യേകിച്ച് വേദനകൾ സഹിക്കാൻ തന്നെ മരണത്തെയും ആരോഗ്യകരമായി നേരിടാൻ. മരണം ഒരു എൻഡ് അല്ലെന്നും അതൊരു നെക്സ്റ്റ് ലൈഫിലേക്കുള്ള ട്രാൻസിഷൻ ആണെന്നും ഈവൻ ആ സ്റ്റേജിൽ പോലും നമുക്ക് ഇന്നർലി വളരാൻ പറ്റുമെന്നും ഒക്കെയുള്ള ബോധം ഉണ്ടാകുവാണെങ്കിൽ ഒരു ഇന്നർ ഗ്രോത്തിനുള്ള സമയമായിട്ട്, കാരണം സെറ്റിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ സെറ്റിൽ ചെയ്യുക, പറഞ്ഞു തീർക്കേണ്ട കാര്യം, ഈശ്വരനോടും മനുഷ്യരോടും സെറ്റിൽ ചെയ്യേണ്ട കാര്യങ്ങൾ, അകത്ത് ശുദ്ധീകരണം, ഒരു മരണത്തിന് വേണ്ടി ഒരുങ്ങുക, ഇതൊക്കെ ചെയ്യണമെങ്കിൽ വളരെ വൈദഗ്ധ്യമുള്ളവർ വേണം. കാരണം അവർക്ക് തന്നെ മരണത്തെക്കുറിച്ച് അൺകംഫർട്ടബിൾ ആകരുത്. നമ്മൾ പൊതുജനം എന്ന് പറഞ്ഞാൽ മരണത്തെക്കുറിച്ച് കേൾക്കുമ്പോഴേ അസ്വസ്ഥരാകും. അപ്പോൾ മരണത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ അസ്വസ്ഥരാകുന്നവർ ആ വിഷയം എപ്പോഴും നമ്മൾ എന്ത് ചെയ്യും, മാറ്റും. എന്നാൽ സത്യത്തിൽ ആ വിഷയം സംസാരിക്കുകയും അതിനെ അഭിമുഖീകരിക്കാൻ പ്രാപ്തിപ്പെടുത്തുകയും ചെയ്യുന്ന വൈദഗ്ധ്യമുള്ളവർ ഇത്തരം ആളുകളെ ഡീൽ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. എങ്കിൽ മാത്രമേ അവർക്ക് മരണത്തെയും സന്തോഷകരമായി പുൽകാൻ പറ്റത്തുള്ളൂ. പ്രത്യാശയോട് ഈ കൗൺസിലിംഗ് സെന്ററുകളുടെ ആവശ്യകത കൂടി വരുന്നുണ്ട്. അത് ഇപ്പൊ കേരളത്തിൽ ഉണ്ടോ എന്ന് വെച്ചാൽ ഉണ്ടാവും, പക്ഷെ അതിന് ആൾക്കാർ അധികം പബ്ലിസിറ്റി കൊടുക്കത്തില്ല. കാരണം മാനസിക രോഗികളാണോ അവിടെ കൂടുതൽ പോകുന്നത്, അത് ആവശ്യമുണ്ടോ, എനിക്ക് അങ്ങനെ ഒരു ട്രീറ്റ്മെന്റ് വേണോ, അങ്ങനെ ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ കിടക്കുന്നതുകൊണ്ട് ഇപ്പോൾ നമ്മുടെ കുട്ടികൾ ധാരാളം പേര് ഇപ്പം നമ്മുടെ ഇവിടെ ഇത്തരം ഡിപ്പാർട്ട്മെന്റ്സ് കൂടി വരുന്നുണ്ട്, അത്തരം ട്രെയിനിങ് കൂടുന്നുണ്ട്. പക്ഷെ അവരാരും കേരളത്തിൽ നിൽക്കുന്നില്ല. കാരണം പ്രധാന പ്രശ്നം ഇത് ഏത് പ്രൊഫഷനും വളരണമെങ്കിൽ അതിന് ന്യായമായ ഇൻകം വേണം. ഒരു ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാൾക്ക് അതിനൊക്കെ ഒരു ഇൻകം കിട്ടിയില്ലെങ്കിൽ ആരും ആ ഫീൽഡിൽ നിൽക്കത്തില്ല, ആ ഫീൽഡ് വളരത്തുമില്ല. അതുകൊണ്ടാണ് ഇവിടെ പഠിച്ചിറങ്ങുന്നവരുണ്ടെങ്കിലും മിക്കവരും പ്രാക്ടീസ് ചെയ്യുന്നത് കേരളത്തിലല്ല, മിക്കവരും മൈഗ്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതിനു പകരം വെൽ പെയ്ഡ് ആയിട്ടുള്ള ന്യായമായ ഒരു പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള വരുമാനം കൂടെ അവർക്കുണ്ടെങ്കിലേ അവർ കേരളത്തിൽ ആ തൊഴിൽ ചെയ്ത് മാന്യമായിട്ട് ജീവിക്കാൻ പറ്റൂ. അതിനുള്ള സംവിധാനം കൂടെ ഉണ്ടാവണം. അതിന് ആ ഒരു സർവീസിന് നമ്മൾ വാല്യൂ കൊടുത്താൽ അതിന് പേയ്മെൻറ്റും കൊടുക്കും. അതിപ്പോഴും ആയിട്ടില്ലെന്നുള്ളതാണ് ഒരു ദുഃഖകരമായ കാര്യം. അതുകൊണ്ട് തന്നെ ധാരാളം വിദഗ്ധരായിട്ടുള്ളവർ കേരളത്തിൽ വർക്ക് ചെയ്യാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതൊരു ദുഃഖസത്യം. സാർ, ഇപ്പം നമ്മൾ കൗൺസിലിംഗ് പല വിധത്തിലുണ്ട്. മാരേജ് കൗൺസിലിംഗ് ഉണ്ട്, ഇങ്ങനെ പല ഇപ്പം സാറ് ചെയ്യുന്നൊരു പ്രൊഫഷൻ. അപ്പോൾ ബൈ പ്രൊഫഷൻ ഒരു ക്വാളിറ്റിയും ഇല്ലാത്തവർ, ഇതിനെക്കുറിച്ച് ഒന്നും അറിയാത്തവർ വരെ കൗൺസിലേഴ്സ് ആണെന്ന് പറഞ്ഞ് ഒരുപാട് പേര് ഇങ്ങനത്തെ ട്രാപ്പിൽ പെടുന്നുണ്ട്. അതിപ്പോൾ ചർച്ചിലായിക്കോട്ടെ, അങ്ങനെ പലതും ചെറിയ ചെറിയ കാര്യങ്ങൾ ഡീൽ ചെയ്യും, പിന്നീട് അത് വലിയ പ്രശ്നങ്ങളാവുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇതിനൊരു മാനദണ്ഡം വേണ്ടേ? ഒരു കൗൺസിലർ എന്തായിരിക്കണം, അവനുണ്ടായിരിക്കേണ്ട ഒരു ക്വാളിറ്റി, അല്ലെങ്കിൽ ഒരു കോഴ്സ് ഏറ്റവും കുറഞ്ഞതൊരു 1 year കോഴ്സെങ്കിലും പുള്ളി കംപ്ലീറ്റ് ചെയ്തിരിക്കണ്ടേ? വേണം. അപ്പോൾ നമ്മൾ അറിയേണ്ടത് ഒരു പ്രൊഫഷണൽ കൗൺസിലർ ആകണമെങ്കിൽ അദ്ദേഹം മാസ്റ്റേഴ്സ് ഇൻ സൈക്കോളജിയും അത് കഴിഞ്ഞ് കൗൺസിലിംഗ് സ്കിൽ ട്രെയിനിങ്ങും ഒക്കെ കഴിഞ്ഞിട്ട് വേണം. ഈവൻ മാസ്റ്റേഴ്സ് പഠിച്ച ഒരാൾ കൊണ്ട് അയാൾക്ക് കൗൺസിൽ ചെയ്യാൻ അറിയത്തില്ല. അത് തിയറിറ്റിക്കൽ കോഴ്സാണ്. അപ്പം പ്രാക്ടിക്കലി കൗൺസിലിംഗ് കോഴ്സസും ഒരിക്കലും കൗൺസിലർ ആവണമെന്നില്ല. ഇല്ല. അപ്പം പാസ്റ്റേഴ്സിനെ കുറിച്ച് ഉദ്ദേശിക്കുന്ന പാസ്റ്റർ കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ പ്രാഥമികമായി ഇപ്പോൾ ഈ ഷോർട്ട് കോഴ്സസ് ഒക്കെ നടത്തുന്നത് ലേ കൗൺസിലേഴ്സിനെ വളർത്തിയെടുക്കാൻ. പഴയ കാലത്ത് നമ്മൾ
മെഡിക്കൽ ഫീൽഡ് ഡോക്ടേഴ്സ് ഒന്നും അധികം പേരില്ലായിരുന്ന കാലത്ത് ഈ പാരാമെഡിക്കൽ അതുപോലെ തന്നെ ബേസിക് കോഴ്സസ് ഒക്കെ കഴിഞ്ഞിട്ട് ആളുകളെ നമ്മൾ മെഡിക്കൽ ഇൻ്റർവെൻഷന് വേണ്ടി വിടുമായിരുന്നു. ഇപ്പോൾ അങ്ങനെ ആരും ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഹൈലി ക്വാളിഫൈഡ് ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. അതുപോലെ തന്നെ മെൻ്റൽ ഹെൽത്ത് ഒരു വളർച്ചയുള്ള ഒരു ഘട്ടത്തിൽ ഒരു പ്രാഥമികമായി ഐഡൻറ്റിഫിക്കേഷൻ റെഫറലും ചെയ്യാൻ വേണ്ടി നമ്മുടെ ടീച്ചേഴ്സിനായാലും പാസ്റ്റേഴ്സിനായാലും അതുപോലുള്ള ലേ ഹെൽപ്പേഴ്സിനായാലും ഒക്കെ നമ്മളൊരു ഷോർട്ട് കോഴ്സസ് ചെയ്യും. അതിൻ്റെ അർത്ഥം അവരൊരു പ്രൊഫഷണൽ കൗൺസിലർ ആകാനല്ല, മറിച്ച് ഒരു മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂ എങ്ങനെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ, ഒരു ഡോക്ടർക്ക് റെഫർ ചെയ്യേണ്ട കേസുകൾ, ഒരു കൗൺസിലിങ്ങിന് വിടേണ്ട, ഒരു സൈക്കോതെറാപ്പിക്ക് വിടേണ്ട കേസുകൾ മനസ്സിലാക്കി വിടാൻ വേണ്ടി മാത്രമാണ്. അല്ല അവർ സൈക്കോതെറാപ്പിയും കൗൺസിലിങ്ങും ചെയ്യാനല്ല. കാരണം അത്തരം കാര്യങ്ങൾ ചെയ്യാൻ വളരെ വൈദഗ്ധ്യം ആവശ്യമുണ്ട്. എന്നാൽ ഐഡൻറ്റിഫൈ ചെയ്യാനോ റെഫർ ചെയ്യാനോ അവർക്കൊരു പ്രാഥമിക അറിവ് വേണം. അതിനുവേണ്ടിയാണ് പാസ്റ്റർമാർക്ക് കൗൺസിലിംഗ് കൊടുക്കുന്നതും ഷോർട്ട് കോഴ്സസ് ചെയ്യുന്നതും. ഒരു പ്രൊഫഷണൽ കൗൺസിലർ ആവാനല്ല, മറിച്ച് അവർ കൈകാര്യം ചെയ്യുന്ന ജനങ്ങളുടെ ഇടയിൽ ഒരു മാനസിക പ്രശ്നം വന്നാൽ ഇത് ഡോക്ടറെ കാണിക്കേണ്ടതാണല്ലോ, ഒരു സൈക്കോളജിസ്റ്റിനെ റെഫർ ചെയ്യേണ്ടതാണല്ലോ, ഒരു കൗൺസിലിംഗ് വിടേണ്ടതാണല്ലോ എന്ന തിരിച്ചറിവ് ഉണ്ടാവാൻ വേണ്ടി മാത്രമാണത്. കാരണം അത് വളരെ വലിയ റോളാണ്. കാരണം അവർ ആണ് ഐഡൻറ്റിഫൈ ചെയ്ത് റെഫർ ചെയ്യേണ്ടത്. ഒരിക്കലും ക്ലിനിക്കിൽ ഇരിക്കുന്ന അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഇരിക്കുന്നവർക്ക് ഇവരെ കണ്ടെത്താനോ വിടാനോ പറ്റത്തില്ല. അപ്പം ഈ ഒരു അറിവ് അതിനുവേണ്ടി ഉപയോഗിക്കുമല്ലാതെ അവർ തന്നെ ചികിത്സിക്കാൻ തുടങ്ങുന്നത് വളരെ അപകടകരം ആണ്. ഒരു സംശയരോഗത്തിന് പാസ്റ്റർ എന്ത് ചെയ്യാൻ പറ്റും? ഒരു സെക്ഷുവൽ ഡിസ്ഫങ്ഷന് ഒരു സാധാരണ ടീച്ചർ എന്ത് ചെയ്യാൻ പറ്റും? അല്ലെങ്കിൽ ഒരു പേഴ്സണാലിറ്റി ഡിസോർഡറിന് ഒരു ടീച്ചറിന് എന്ത് ചെയ്യാൻ പറ്റും? അത് പേഴ്സണാലിറ്റി ഡിസോർഡറാണ്, നിങ്ങളൊരു വിദഗ്ധനെ കാണണോ എന്ന് പറയാൻ റെഫർ ചെയ്യുമല്ലാതെ അത്തരം കാര്യങ്ങളൊന്നും ചെയ്യാൻ അല്ല ഈ ടീച്ചേഴ്സിനെയോ പാസ്റ്റേഴ്സിനെയോ ബേസിക് ആയിട്ടുള്ളവരെയോ എഡ്യൂക്കേറ്റ് ചെയ്യുന്നത്. ഐഡന്റിഫൈ ആൻഡ് റെഫറൽ അത് ചെയ്യുക എന്ന് പറയുന്നത് ഈ ഹെൽപ്പിൽ ഒരു വലിയ റോളാണ്. കാരണം ആരെങ്കിലും ഐഡന്റിഫൈ ചെയ്ത് റെഫർ ചെയ്തെങ്കിലേ ഒരു പ്രോപ്പർ ഹെൽപ്പിംഗ് സെന്ററിലെത്തി ഇവർ വരത്ത് ഉള്ളൂ. അപ്പോൾ വീട്ടുകാരോ മറ്റുള്ളവരോ ഐഡന്റിഫൈ ചെയ്യാത്ത കേസുകൾ ഇത്തരം പീപ്പിൾ ഹെൽപ്പേഴ്സ് ഐഡന്റിഫൈ ചെയ്യുവാണെങ്കിൽ ദേ ക്യാൻ ഗൈഡ് ദം ടു എ പ്രോപ്പർ വേ. അല്ലാതെ ഇവർ ഈ കാര്യം മുഴുവൻ ചെയ്യാനല്ല, അത് ചെയ്യുന്നത് വളരെ അപകടകരവും ആണ്. അങ്ങനെ വ്യാജ പ്രൊഫൈലുകൾ സൂക്ഷിച്ചുകൊണ്ട് അങ്ങനെ ചെയ്യുന്ന അവർക്ക് രഹസ്യം സൂക്ഷിക്കാൻ പറ്റാതെ വരുന്നു. രഹസ്യം സൂക്ഷിക്കുക എന്നുള്ളതും വ്യക്തിബന്ധങ്ങൾ വെക്കുകയും തന്നെയല്ല, വ്യക്തിബന്ധങ്ങൾ മാനിപ്പുലേറ്റ് ചെയ്യാൻ ധാരാളം സാധ്യതയുണ്ട്. ഇപ്പം എന്നോട് അവരുടെ ജീവിതത്തിലെ മനസ്സ് തുറന്ന ഒരാൾ പറയണമെങ്കിൽ അത്രയ്ക്ക് എന്നോട് അടുപ്പം ഉണ്ടാവണം. വൈകാരികമായും മാനസികമായിട്ടും എന്നോട് അടുപ്പം ഉണ്ടെങ്കിലേ അവരൊരു സ്വകാര്യ കാര്യം എന്നോട് പറയത്തുള്ളൂ. ആ വ്യക്തിബന്ധങ്ങൾ ഒരിക്കലും ഈ സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യുന്ന ആളിൻ്റെ സൈക്കോളജിക്കൽ നീഡ്സ് മീറ്റ് ചെയ്യാൻ ഉപയോഗിച്ചു പോയെങ്കിൽ ഇത് ബന്ധനമാവും. അതേസമയം ഒരിക്കലും നമ്മുടെ സൈക്കോളജിക്കൽ നീഡ് മീറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ആളിൻ്റെ സൈക്കോളജിക്കൽ നീഡ് മീറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പിയെ ഉപയോഗിക്കരുത്. അവരെ അതിനുപയോഗിക്കരുത്. മാത്രമല്ല നമ്മുടെ വൈദ്യത്തിന് മേലുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ നമ്മളതിനെ ട്രീറ്റ് ചെയ്യുകയും വരുത്. അതുകൊണ്ട് തീർച്ചയായിട്ടും അത്തരം ആളുകൾ അത്യാവശ്യമുള്ള അവർ കേൾക്കുന്ന കാര്യങ്ങൾ, അവർ എവിടെയൊക്കെയാണ് ഹെൽപ്പിംഗ് സ്ഥലങ്ങൾ, എവിടെയൊക്കെയാണ് പോകേണ്ടതെന്ന് ഗൈഡ് ചെയ്യാൻ ഉപയോഗിക്കുമല്ലാതെ അവർ ആ കേസുകൾ ഹാൻഡിൽ ചെയ്യാൻ ശ്രമിക്കരുത്. അത് അപകടത്തിലേക്ക് നയിക്കും. അത് ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യും. രഹസ്യം സൂക്ഷിക്കണം. ഒരിക്കലും ബന്ധങ്ങൾ മാനിപ്പുലേറ്റ് ചെയ്യരുത്. മാത്രമല്ല പ്രോപ്പർ റെഫറൽ ചെയ്യണം. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ചെയ്യുന്നില്ലെങ്കിൽ അത് വലിയ കൃത്യവിലോപമാണ്, അതൊരു തെറ്റായ പ്രവണതയുമാണ്. അതേപോലെ നമ്മുടെ സിനിമ സീരിയല് അതെല്ലാം ഒരു പരിധിവരെ പരസ്യം ഒരു സൂയിസൈഡിന് അല്ലെ ഒരു ആത്മഹത്യക്ക് ഒരു പരസ്യം പോലെ ഇത് കണ്ടിട്ട് ചെയ്യാനൊരു ടെൻഡൻസി ഉണ്ടാകുന്നു. അതേപോലെ സോഷ്യൽ മീഡിയകളിൽ വാർത്തകൾ വരുമ്പോൾ ഒന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അത് സൈബർ ലോകം തന്നെ അതിനൊരു കടിഞ്ഞാണിടണ്ടേ? അങ്ങനെയുള്ള പല കാര്യങ്ങൾ സൈബർ ലോകത്ത് ഇത്തരം കാര്യങ്ങൾ നമ്മുടെ ഗവൺമെന്റ് അത്തരം കാര്യങ്ങളെ നിരോധിക്കുകയും അത്തരം കാര്യങ്ങൾ അത്തരം ഇടങ്ങളിൽ നിന്ന് മാറ്റാൻ നിർദ്ദേശിക്കുകയും ചെയ്യണം. കാരണം അത്തരം ആളുകൾ കണ്ടിട്ട് അന്വേഷിക്കുകയും കണ്ടെത്തുകയും അതിനുള്ള മാർഗങ്ങൾ അഡാപ്റ്റ് ചെയ്യാൻ അത് ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. അത് വളരെ അപകടകരമാണ്. അതുപോലെ സിനിമയിലായാലും മറ്റു മാധ്യമങ്ങളിലായാലും ഇതൊരിക്കലും ഗ്ലോറിഫൈ ചെയ്യരുത്. ഒരാൾ ആത്മഹത്യ ചെയ്ത് ഗ്ലോറിഫൈ ചെയ്യരുത്. ഒരു പേടി തൊണ്ടൻ്റെ ജീവിതത്തിൽ നിന്ന് ഒളിച്ചോട്ടത്തിൻ്റെ ഒരു ലക്ഷണമാണ്. ഒരു ആരോഗ്യകരമായ വ്യക്തി ചെയ്യുന്നതല്ല ആത്മഹത്യ എന്ന് മനസ്സിലാക്കാനും അങ്ങനെ ആളോട് നമുക്ക് സഹാനുഭൂതിയോടെ പെരുമാറണമെന്നുള്ളത് സത്യമാണ്. പക്ഷേ ഒരിക്കലും അതൊരു മഹത്വവൽക്കരിക്കാൻ ഒരിക്കലും ഇടവരരുത്. നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ സാറിന് തന്നെ അറിയാം, പല ടൈപ്പ് ഇന്റർ ഡിനോമിനേഷൻ ഇന്റർകാസ്റ്റ് ആൾക്കാരായിരിക്കും ഇത് കാണുന്നത്. ഈ വർഷവും അങ്ങ് കഴിഞ്ഞു പോകും. ഈ അടുത്ത ആഴ്ചകളിൽ ന്യൂസുകൾ വരും. പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റും.
നമ്മളായിരിക്കുന്നിടത്ത് നമുക്ക് ചെയ്യാൻ പറ്റും. എന്താണ് സാറിന് നമ്മുടെ വ്യൂവേഴ്സിനോട് പറയാനുള്ളത്? പ്രത്യേകിച്ച് പാസ്റ്റർമാരുണ്ട്, ലീഡേഴ്സുണ്ട്, എല്ലാവരും ഉണ്ട്. സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ ഒരു സാമൂഹ്യ വിപത്താണ് ആത്മഹത്യ. കേരളത്തിൽ അപകടം കൊണ്ട് വെറും 4000-ൽ പരം ആളുകൾ മരിക്കുമ്പോൾ 10,000-ൽ കൂടുതൽ ആളുകളാണ്, ഏകദേശം ഈ വർഷം 11,000 ആളുകളാണ് ആത്മഹത്യ ചെയ്തത്. അപ്പോൾ അപകട മരണത്തിൻ്റെ 3 ഇരട്ടി കൂടുതൽ ആളുകൾ മരിക്കുന്ന ഈ കാര്യത്തിൽ നമ്മൾ വേണ്ട സീരിയസ് ആയ ഒരു നിലപാടുകൾ ഇപ്പോഴും എടുത്തിട്ടില്ല. അതുകൊണ്ട് കേരളം മുഴുവൻ ഉണരുകയും നമ്മുടെ സമൂഹം മുഴുവൻ ഉണരുകയും ഈ കാര്യത്തിൽ നമ്മുടെ അറിയാവുന്ന ഒരാൾ, കാരണം കേരളത്തിലെ ഇപ്പോഴത്തെ കണക്കനുസരിച്ച് 350 മലയാളിയിൽ ഒരു മലയാളി ഒരു വർഷം ആത്മഹത്യക്ക് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതിൽ 3500 ഒരാൾ വിജയിക്കുന്നുണ്ട്. ഇതാണിപ്പം അത് നടക്കുന്നുണ്ട്, അതാണിപ്പം കാണിക്കുന്നത്. അപ്പോൾ അത്തരം അപകടകരമായ ഒരു പെർസെൻറ്റേജ് ഉള്ള ഒരു കാലഘട്ടത്തിൽ നമ്മൾ തീർച്ചയായിട്ടും വളരെ കാര്യമായ ഒരു സഹായം ഈ രംഗത്ത് വെക്കണം. ആളുകൾ പല പ്രതിസന്ധികൾ കടന്നു പോകുന്നു. അങ്ങനെയുള്ളവരെ കണ്ട് അവഗണിക്കാതെ അങ്ങനെയുള്ളവർക്ക് അവരുടെ മുമ്പിൽ ഒരു വിളക്കായിട്ട്, ഒരു ഉപ്പായിട്ട് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ നമ്മളെ അപ്രോച്ച് ചെയ്യും. അങ്ങനെ അപ്രോച്ച് ചെയ്യുമ്പോൾ അവരെ വിധിക്കാതെ, കുറ്റപ്പെടുത്താതെ അവരെ കേൾക്കാനും അവരെ സഹായിക്കാനും നമുക്ക് മനസ്സുണ്ടെങ്കിൽ അനേകരെ നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റും. ആ ഒരു കൺസേൺ ഉള്ള ഒരു സമൂഹമായിട്ട് നമുക്ക് മാറാം. തീർച്ചയായിട്ടും വരുന്ന വർഷം ആചരിക്കുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഈ വർഷത്തെക്കാളും നമ്മുടെ ആത്മഹത്യാ റേറ്റ് കുറച്ചു കൊണ്ടുവരാൻ നമുക്ക് എല്ലാവർക്കും നമ്മളാൽ ആവത് ചെയ്യാൻ ഒരു പ്രതിജ്ഞ എടുക്കാം. അതിന് ദൈവം നമ്മളെ സഹായിക്കും. ഈ പ്രതിജ്ഞാവാചകം ഞാൻ ചൊല്ലുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ ആ വാചകങ്ങൾ ഉരുവിടുകയാണെങ്കിൽ അത് ദൈവസന്നിധിയിൽ ഒരു തീരുമാനമായി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ജീവിത പ്രശ്നങ്ങൾ മൂലമുളവാകുന്ന മനോവേദന പരിഹരിക്കാൻ ആത്മഹത്യ ഒരു പരിഹാരമാണെന്ന് ഞാൻ ഒരിക്കലും ചിന്തിക്കുകയോ തീരുമാനിക്കുകയോ ചെയ്യുകയില്ലെന്നും അങ്ങനെ ചിന്തിക്കുകയോ പരിശ്രമിക്കുകയോ ചെയ്യുന്നവരെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുവാനും വിദഗ്ധ സഹായം ചെയ്യുവാനും എന്നാലാവത് ചെയ്യുമെന്നും ഈ ആത്മഹത്യാ പ്രതിരോധ ദിനത്തിൽ ദൈവനാമത്തിൽ ഞാൻ പ്രതിജ്ഞ ചെയ്തു കൊള്ളുന്നു. ഈ പ്രതിജ്ഞ കീപ്പ് ചെയ്യുവാൻ ദൈവം എന്നെ സഹായിക്കട്ടെ. ഇത്രയും സമയം സാറിന് ഇത്രയും തിരക്കും ഇതിൻ്റെ എല്ലാം മധ്യം ഞങ്ങളുടെ പ്രേക്ഷകരോട് ഈ വർഷം ഒത്തിരി പേരെ മരണത്തിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരാൻ സാറിന് സാധിക്കട്ടെ. സാറിൻ്റെ ഈ പ്രൊഫഷനിലൂടെ അനേകർക്ക് ഇതൊരു അനുഗ്രഹമാവും. അതിലുപരി ദൈവസന്നിധിയിലും നമ്മൾ ചെയ്യുന്ന ജോലിയോട് നമുക്ക് വലിയൊരു ഉത്തരവാദിത്വമാണ് സാറ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും. ഒത്തിരി നന്ദി. ഇനിയും ഒത്തിരി പ്രോഗ്രാമുകൾ ചെയ്ത് പല സ്ഥാപനങ്ങളിലായാലും സാറിന് പോയിട്ട് സാറിന് കയറി ചെല്ലാൻ പറ്റുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്, ഒരുപാട് പേരെ. അപ്പം മാധ്യമങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തത് നിങ്ങളെപ്പോലെയുള്ള കൗൺസിലേഴ്സിന് ചെയ്യാൻ പറ്റും. അവരെ ചേർത്ത് നിർത്തി ആരും സ്വയം ജീവൻ ഒടുക്കാതിരിക്കട്ടെ, പ്രതീക്ഷയോടെ ജീവിക്കാൻ സാധിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സാർ.